ആറ്റിങ്ങൽ നിന്ന് വലിയ സങ്കടകരമായ ഒരു വിവരം വരുന്നുണ്ട്. അത് 16 വയസ്സുള്ള ഒരു കുട്ടിയെ IS ചേരാൻ കുടുംബം തന്നെ, അതായത് കുട്ടിയുടെ അമ്മയും അമ്മയുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്ന നാസർ എന്ന സഹവാസ പങ്കാളിയും നിർബന്ധിച്ചു എന്നുള്ള വാർത്തയാണ്. വെഞ്ഞാറമ്മൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ മദ്രസയിലാണ് കുട്ടിയെ കൊണ്ട് ചേർത്തത്. ഇതില് എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയാം. ഈ 16 വയസ്സുകാരനെ ഇങ്ങനെ ചേർക്കാനായിട്ട് ഈ കേസ്, ഈ സ്ത്രീയുടെ അമ്മയുടെ വേർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഭർത്താവുമായിട്ട് പിരിഞ്ഞല്ലോ, ആ ഭർത്താവിന്റെ ഒരു പക ആണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അയാളും കൂട്ടരും കൊണ്ടുപോയിട്ടാണ് പോലീസിൽ കള്ളക്കേസാണെന്ന് അമ്മ പറയുന്നു. പക്ഷെ അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മാവൻ പോലീസിൽ കുട്ടിയുമായിട്ട് പോവുകയാണ്. എന്നിട്ട് ഈ കുട്ടി അമ്മയ്ക്കും അമ്മയുടെ ജീവിത പങ്കാളിക്കുമൊപ്പം, സഹവാസി നാസർ എന്നാണ് അയാളുടെ പേര്, ഒപ്പം UK താമസിക്കുകയായിരുന്നു. കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. UK നേഴ്സാണ് അമ്മ. അവിടെ വെച്ചിട്ട് ഈ പങ്കാളി നാസർ കുട്ടിയെ ഈ ISന്റെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് IS ചേരാനായിട്ടൊക്കെ നിർബന്ധിക്കുന്നു. ഇതൊക്കെയാണ് കുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മാവനോട് കുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്നു, UK നിന്ന് അമ്മയും പങ്കാളിയും കൂടി. അത് കഴിഞ്ഞിട്ട് ഈ പിതാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഈ വർഷം ആദ്യം ഈ UK നിന്ന് ഇവർ വന്നിട്ട് കുട്ടിയെ ആറ്റിങ്ങലൊരു മദ്രസയിൽ ചേർത്തു. മദ്രസയിൽ ചേർത്തിട്ട് അമ്മയും അമ്മയുടെ സഹപങ്കാളിയും UK തിരിച്ചുപോയി. അവർ രാജ്യം വിട്ടു. കുട്ടി മദ്രസയിൽ, കുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില അപാകതകൾ മദ്രസയിലുള്ളവർക്ക് തോന്നി. അങ്ങനെ മദ്രസ, അതാണ് കുട്ടിയുടെ ഇവിടുത്തെ ബന്ധുക്കളെ അറിയിക്കുകയാണ്. ബന്ധുക്കൾ വന്നിട്ട് ചോദിക്കുമ്പോഴാണ് കുട്ടി ഈ 16 വയസ്സെന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുകയും പറയുകയും ചെയ്യുമല്ലോ കുട്ടി ഈ കഥകൾ പറയുന്നത്. അപ്പൊ കുട്ടിയുടെ തന്നെ വേർഷനാണ്. കുട്ടി ആരെങ്കിലും നിർബന്ധിച്ച് പറയിച്ചല്ല, മദ്രസയിൽ കണ്ടെത്തിയതുമാണ് കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. അങ്ങനെ പോലീസ് വെഞ്ഞാറമ്മൂട് പോലീസ് FIR ഇട്ടു. സൂപ്രണ്ട് KS സുദർശന്റെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2013-2014 കേരളത്തിൽ ഈ IS റിക്രൂട്ട്മെന്റ് വലിയ തോതിൽ നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക്, സിറിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് ISKP ചേർത്തുന്നുണ്ട്. 2020 ഒരു UN ടെററിസം റിപ്പോർട്ടിൽ കേരളത്തിൽ നിന്ന് കുറെ പേര് പോയി ഈ IS ചേരുന്ന കാര്യമൊക്കെ പറയുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ NIA 2022 സെപ്റ്റംബറിൽ കൊച്ചി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ PFI പോപ്പുലർ ഫ്രണ്ടിന് ഇതില് സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയുമൊക്കെ വായിച്ച ശേഷം. എന്തുകൊണ്ടാണ് ഈ പാരൻസ് തന്നെ ഇങ്ങനെ കുട്ടികളെ IS ചേർക്കാം? നമ്മൾ തന്നെ ഇവിടെ ഒരു ചെറിയ കുട്ടിയെ തോളത്തെടുത്ത ഒരാള് ഒരു ജാഥയിൽ ഇതുപോലത്തെ ഒരു ജാഥയില് പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ വീടുകളിൽ തന്നെ ഇങ്ങനെ കുട്ടികളെ ഇതിലേക്ക് ഒരുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് ഭയാനകമല്ലേ? വളരെ വളരെ ഭയാനകമാണ്. ഏത് മതത്തിന്റെ മതം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എല്ലാവരും മതം പഠിപ്പിക്കാറുണ്ട്. അവനവൻ്റെ വീടുകളിൽ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നതോ രാമായണം വായിക്കുന്നതോ ഖുർആൻ വായിക്കുന്നതോ ഒക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുണ്ട്. ഇന്നലെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തു. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, പക്ഷെ ഇവർ ഈ മദ്രസയിലൊക്കെ 3-4 വയസ്സിലോ 5 വയസ്സിലോ പഠിപ്പിക്കുന്ന പോലെയല്ലേ. ഞാൻ കുട്ടികളോട് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ, നമ്മൾ ഫിലോസഫിയാണല്ലോ പറയുന്നത്, മറ്റേതല്ല. അല്ല, ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രശ്നം. ഏത് മതമായാലും, ഞാനിപ്പോൾ ഒരു മതത്തെക്കുറിച്ചല്ല, മതത്തിൻ്റെ ദൈവവിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കത് എല്ലാ മതക്കാർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ മേലെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് മതവിശ്വാസം വരണമെങ്കിൽ ഒരു 18 വയസ്സെങ്കിലും ആവണം. അതിന് അയാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം കേട്ടോട്ടെ. ജനാധിപത്യത്തിൽ കാരണം 18 വയസ്സിലാണല്ലോ വോട്ട് വരുന്നത്.
എനിക്ക് 18 വയസ്സായിട്ടല്ലേ രാഷ്ട്രീയം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അത്രയും പിന്നെ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് 18. അതിനു മുമ്പ് പ്രചരണം നടത്താം, പക്ഷേ വോട്ട് ചെയ്യാൻ 18 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെൽഫ് ഡിസിഷൻ 18 വയസ്സായിട്ടാണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. അതുവരെ ഒരാൾ ഏത് മതത്തിലും വിശ്വസിക്കുക അതുവരെ പാരൻസിന് ഉത്തരവാദിത്തമുള്ളൂ. ഇവിടെ ഇപ്പം രാമേന്ദ്രൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഈ വിഷയം ഞാനതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും രാമേന്ദ്രൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഏത് കുട്ടിയെയും അങ്ങനെ ഏതെങ്കിലും മതത്തിൽ ചേർക്കാനോ, മതത്തിൽ ചേർക്കൽ മാത്രമല്ല, ഇത് മതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹിംസാത്മകമായ അല്ലെങ്കിൽ ഒരു അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന നിയമവിരുദ്ധമായ ഒരു സംവിധാനത്തിലേക്ക് കുട്ടിയെ വിടുന്നത് വളരെ 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 അപകടകരമായ അല്ലെങ്കിൽ തെറ്റായൊരു പ്രവണത തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ആ കുട്ടിയുടെ ജീവിതം മുഴുവൻ പിന്നെ തൊലഞ്ഞു പോലെ. ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള സംഘങ്ങളിൽ പോയ ആളുകൾക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടും മദ്രസയിലാണ് ഇവിടെ കൊണ്ടുവന്ന് മറ്റേ സ്റ്റെപ്പ് ഫാദറോ അമ്മയും സ്റ്റെപ്പ് ഫാദറും ഇല്ല എന്നതുകൊണ്ട് ആ കുട്ടി കുറെ കൂടി സ്വതന്ത്രനാണ്. കാരണം കേരളം പോലെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ആ കുട്ടിക്ക് പറയാം, ആളുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ ബന്ധുക്കളും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ ആ കുട്ടി ഇപ്പൊ രക്ഷപ്പെട്ടു. ആ അർത്ഥത്തിൽ ആ കുട്ടി രക്ഷപ്പെടും. നമുക്കത് സന്തോഷം. കാരണം ഇങ്ങനൊരു ഗൂഢസംഘടനയിൽ, ഒരു അക്രമ സംഘടനയിൽ, ഭീകര സംഘടനയിൽ ഒരു കുട്ടി ചേരുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് അംഗീകരിക്കാനും പറ്റില്ല. കാരണം അത് ആ കുട്ടിയും ഉള്ള ബോധമാണ്. മാത്രമല്ല നാളെ അവൻ്റെ കൂട്ടുകാരായ വേറെ ആളുകൾക്ക് ഇതിൽ ഒരാളുടെ പ്രചോദനമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിൽ സാമ്പത്തികം ഉണ്ടാവും. സാമ്പത്തികം ഉണ്ടാവാം ഒരു കാര്യം. കാരണം പൈസ മേടിച്ചിട്ടാവും. കുട്ടിയെ ഒരാളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്താൽ പൈസ ഇട്ടുണ്ടാവും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ NIA റിപ്പോർട്ടിനെ ഞാൻ 100% വിശ്വസിക്കുന്നില്ല. NIAക്ക് പല പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാവുന്ന പല ആളുകളുടെ പേരിൽ NIA കേസ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കേസ് എടുത്തിട്ടുള്ളത് ഇതിൽ രംഗത്ത് വന്നിട്ടില്ല. അല്ല, മറ്റേ PFI വന്നു. അല്ല, ഞാൻ ഇതിൽ പറഞ്ഞത് അതിനെ നമ്മളിപ്പോൾ തൽക്കാലം വിശ്വസിക്കുന്നില്ല. അത് കോർട്ട് തെളിയിക്കുന്നത് വരെ ഞാൻ അതിനെ കാണില്ല. കാരണം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടെന്നു. കേരള പോലീസിനും ഉണ്ട്, NIAക്കും ഉണ്ട്, ക്രൈംബ്രാഞ്ചിനുണ്ട്, CBIക്കും ഉണ്ട്, എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ കേസ് എടുത്തേക്കാം, എടുക്കാതിരുന്നേക്കാം. പക്ഷെ ഇവിടെ ഈ കുട്ടിയുടെ മൊഴി നമ്മൾ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ, അതാണല്ലോ ഇപ്പം നമുക്ക് ആധികാരികമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. കുട്ടി പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ, ചെറിയ കുട്ടിയല്ല, 16 വയസ്സായ കുട്ടിയാണ്, വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ അമ്മയും അമ്മയുടെ ഇപ്പോഴത്തെ സഹകാമുകനും എന്താ വെച്ചാൽ ഹാബിറ്റേഷൻ, അയാളും വലിയ ദുരന്തം, വലിയൊരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ശിക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തി. ഇവിടെ ശിക്ഷിക്കാൻ പറ്റുമോ, ബ്രിട്ടനിൽ നിന്ന് വരുമോ, അതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ നിയമപരമായ വശങ്ങൾ. അപ്പം ആദ്യത്തെ ഘടകം കുട്ടി രക്ഷപ്പെട്ടു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോ ഒരുപാട് ഈ പ്രീണനമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് ബ്രിട്ടനിൽ മാത്രമല്ല, നമ്മളിപ്പോൾ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും കാനഡയിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ, അവിടെ നമ്മളിതിനെ കാണുന്ന രൂപത്തിലല്ല അവരിതിനെ കാണുന്നത്. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെയാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. വിശ്വാസം ഇവരുടെ വിശ്വാസത്തെ ഹനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥത്തില്ല. നമ്മൾ വിശ്വാസം എടുക്കുന്ന പോലെ എല്ലാവരും എടുക്കുന്നത് അതൊരു റൈറ്റായിട്ടാണ്. അല്ലാണ്ട് ഇവിടുത്തെ മാതിരി ഈ ആവേശമല്ല, റൈറ്റായിട്ടാണ്. ഇപ്പം എൻ്റെ അവിടെ ഈ പറഞ്ഞ മാതിരി നേരത്തെ പണ്ട് പാരീസിലുണ്ടായിരുന്നല്ലോ, തലയിൽ തുണി ഇടണോ വേണ്ടയോ എന്നുള്ള വലിയ ചോദ്യം പാരീസിലുണ്ടായിരുന്നു, തുർക്കിയിലുണ്ടായിരുന്നു. തുർക്കിയിൽ അത് വലിയ ചോദ്യം. ഓർഫൻ വാമുക്കിൻ്റെ നോവലൊക്കെ ഉണ്ടല്ലോ, ഒരു നോവലിൻ്റെ വലിയ വിഷയം തന്നെ കുട്ടികൾ ഹിജാബ് ഇടണോ വേണ്ടയോ എന്നുള്ളതാണ്, ഒരു നാടക സംഘത്തിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞത് അവർ കാണുന്ന പോലെയല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഒരു ഘടകമാണ്. ഇപ്പോൾ കുറേ പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം പോയാൽ, ഇപ്പോൾ നമ്മൾ പലരും പട്ടാളത്തിൽ പോണത് വലിയ ദേശസ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. കുറച്ച് പൈസ കിട്ടും, പണം കിട്ടും. അല്ലാണ്ട് എല്ലാ പട്ടാളക്കാരും നമ്മൾ പറയുന്ന മാതിരി ഭയങ്കരമായ ഭാരതമാതാക്കി ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ട് മാത്രമല്ല എല്ലാവരും തോക്കെടുക്കണേ. കാരണം നമ്മുടെ തൊഴിലെന്നുള്ള നിലയ്ക്ക് അതിന് വലിയ കഥയുണ്ട്. അതുകൊണ്ടാണ് പട്ടാളത്തിലേക്ക് ആളെ കയറ്റുമ്പോൾ ഈ അഴിമതിയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിന് കാര്യം അതാണ്. ഞാൻ പറഞ്ഞ അതൊക്കെ വിടും. ഇവിടെ പ്രശ്നം എന്താ? ഇനിയിപ്പോൾ മറ്റൊരു വെർഷൻ എടുക്കാം. ഞാൻ ആ വെർഷനും കൂടി നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ അമ്മയും ഈ സഹയാളും പറഞ്ഞത് അച്ഛൻ, ആദ്യത്തെ ഈ കുട്ടിയുടെ അച്ഛൻ ഉണ്ടാക്കിയ കേസാണെന്നാണ്. അതല്ല എന്ന് നമുക്ക് തെളിയിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് വർഗീയതയൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പം വിറ്റഴിക്കാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഈ അമ്മ മറ്റേ ഭർത്താവിൻ്റെ കൂടെ പോയത് അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ, ഇപ്പോൾ നമ്മൾ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവൻ ഭീകരവാദിയാണെന്നോ അല്ലെങ്കിൽ അവൻ മറ്റേതാണെന്നല്ലേ, അത് ആ രീതിയിലുള്ള ആരോപണമാണെങ്കിൽ അത് വേറെ പ്രശ്നം. ഈ അച്ഛൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ. പക്ഷെ എന്തായാലും കുട്ടിയുടെ മൊഴിയാണ് ഇതിൽ വിശ്വാസത്തിലെടുക്കേണ്ടത് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. കുട്ടിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ ഇവർ തെറ്റുകാരാണെങ്കിൽ കുട്ടികളെ അങ്ങനെ ഒരു അക്രമ ഭീകര സംഘത്തിലേക്ക് ചേർക്കുന്നത് ഏത് മതത്തിൻ്റെ പേരിലായാലും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല, കുട്ടികളുടെ ലൈഫാണ് കളയുന്നത്. അവർ സ്വതന്ത്രമായി
എല്ലാം അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. എങ്കിൽ പോലും ഒരു ഭീകര സംഘത്തിലേക്ക് പോകുന്നത് നമ്മൾ സ്വാഭാവികമായും തടഞ്ഞേ പറ്റൂ. കാരണം അത് ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു സംഘമാണ് IS എന്നൊക്കെ പറയുന്നത്. അതിലൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ നിയമപരമായി അമ്മയോ ഭർത്താവോ ആരാച്ചാൽ അയാൾ കോഹാബിറ്റേറ്ററോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കുട്ടിയുടെ മൊഴി വെച്ച്. കേരളത്തിൽ ഇങ്ങനെ ഈ ഇപ്പോൾ പല കേസ് വരുമ്പോൾ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ നോക്കുമ്പോഴും ഒക്കെ കേരള ബന്ധം ഇങ്ങനെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതിന്. കാരണം എഞ്ചിനീയർമാർ, ഡോക്ടർമാർ ഒക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇതിന് വളം വെക്കുന്ന ഒരു വിധത്തിലാണോ? ഞാനത് മുഴുവൻ പറയില്ല. കേരളത്തിലെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എല്ലാ മതവിശ്വാസികളും സെക്യുലറായ ഒരു സ്ഥലം കേരളം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ജീവിക്കാതെ പറ്റില്ല. നിങ്ങൾക്ക് കൊച്ചി എടുത്താൽ ഏതെങ്കിലും മതം വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഏത് സ്ഥലത്തും. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ മുസ്ലിം ഉണ്ട്, വേറെ സ്ഥലത്ത് കുറച്ച് കൂടുതൽ മറ്റു ജാതിക്കാരുണ്ടാവും, മതക്കാരുണ്ടാവും. പക്ഷേ ഒരു ഒന്നിച്ച് ജീവിച്ചു പോകാമെന്ന് വിശ്വസിക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്ന് കേരളമെന്ന് ഇന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ചില ആളുകളുടെ ഗുണം കൊണ്ടൊന്നുമല്ല. കാലാകാലങ്ങളായി കേരളം വളർന്നു വന്നിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി മാത്രമല്ല ഇവരൊക്കെ ഇടകലർന്ന. അപ്പോൾ നമ്മുടെ ബിസിനസ് എടുക്കുക. നമ്മുടെ ബിസിനസ്സിൽ ആരാ ഇടകലരാതെ? എല്ലാവരും എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റേ പച്ചക്കറി വാങ്ങുന്ന ഒരു സ്ഥലത്തായിരിക്കും ഒരു മതക്കാരൻ്റെ നിന്നായിരിക്കും, പലചരക്ക് വാങ്ങുന്ന വേറൊരാളുടെ നിന്നായിരിക്കും, തുണി വാങ്ങുന്നതിന് വേറെ ഇതൊന്നും അല്ലാത്തൊരു മതക്കാരൻ്റെ നിന്നായിരിക്കും എന്നുവെച്ചാൽ കൊടുക്കുന്നതും. അതുകൊണ്ട് ഒരു സാമ്പത്തിക ബന്ധത്തിൽ വളരെ വെൽനിറ്റായ ഒരു സൊസൈറ്റിയാണ് കേരളം ചരിത്രപരമായി തന്നെ. പിന്നെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോലും വല്ലാതെ മതവൽക്കരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ വിദ്യാഭ്യാസം ഒരു പരിധിവരെ സെക്യുലർ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ. എന്നോട് അവിടെ ഒരു ആളും പറഞ്ഞിട്ടില്ല നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കൂ. ഞാനാണ് ഒന്നാന്തര ശാന്തിക്കാരൻ്റെ മോനായിരുന്നു. ഞാൻ പോയ സ്കൂളിൽ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. ഒരുപക്ഷെ അവരുടെ വേദോപദേശ ക്ലാസ് അവർ നടത്തും 4 മണി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞായറാഴ്ച നടത്തും. എനിക്ക് പോകണമെങ്കിൽ പോയാൽ മതി, പോകണമെങ്കിൽ പോകണ്ട. എൻ്റെ മകൾ പോകാറുണ്ട്. അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ സെൻറ്റ് മേരീസിലെ പഠിച്ചിരുന്ന ഇളയമാണ്. അവൾ പോകാറുണ്ട്. അവൾക്ക് ഇഷ്ടമാണ്. അവളെന്നോട് അച്ഛൻ നല്ല രസമുണ്ട് കേൾക്കാൻ, അച്ഛൻ നല്ല കഥയൊക്കെ പറയും. ഞാൻ പറഞ്ഞു നീ പോയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അതുകൊണ്ട് കേരളത്തിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ സാമ്പത്തിക താല്പര്യം കൊണ്ട് ചെയ്യുന്നത്. പണം വാങ്ങിയതല്ലാണ്ട് വിശ്വാസത്തിൻ്റെ പുറത്ത് പോകണമെന്നല്ല. വിശ്വാസത്തിൻ്റെ പുറത്തല്ല. കാരണം ബാബറി മസ്ജിദ് തകർത്തിട്ട് അക്രമം ഉണ്ടാവാത്ത ഒരു സംസ്ഥാനം കേരളം. ഇത്രയും മുസ്ലിം എണ്ണം ഉണ്ടായിട്ട് പോയി. അതിന് കാരണം ഇതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ നാളെ പാല് മേടിക്കുന്ന വേറെ സ്ഥലത്തു നിന്നും നിങ്ങളുടെ മുട്ട കൊടുക്കുന്ന വേറെ സ്ഥലത്തു നിന്നുള്ള സംഗതി ഉണ്ടല്ലോ. നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു വെൽനിറ്റ് സെക്യുലർ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ വർഗീയതയൊക്കെ ഉണ്ടാവാം, വർഗീയത ഉണ്ടാവാം. പക്ഷെ ഒരു ഭീകര പ്രവർത്തനത്തിലേക്ക് പോകാൻ കേരളം അത്ര. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ സഹപങ്കാളി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, അയാള് ചിലപ്പോ ഒരു റിക്രൂട്ട്മെന്റ് ആവാം, നടത്തുന്ന സംഘത്തിലെ ആളോ ഒക്കെ ആകാം. തീർച്ചയായിട്ടും ആവാം. അല്ല, അങ്ങനെയുള്ള ആളുണ്ടാവും. ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ കാശ്മീരിലേക്ക് ആളെ കടത്തുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെ ഉണ്ടാവാം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാശ് മേടിച്ചാൽ അതയാൾ മുസ്ലിം തന്നെ ആയിക്കൊള്ളൊന്നുമില്ല. ഒരാൾക്ക് കാശ് കിട്ടിയാൽ, ഞാൻ മുസ്ലിമൊന്നുമല്ല, പക്ഷെ അതിലേക്ക് ആളെ ചേർത്ത് കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ ഞാൻ കാശ് മേടിക്കും. അത് മതവിശ്വാസവുമായി ബന്ധപ്പെടുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ ചതി നടക്കുന്നത്. അതൊരു മതമല്ല. IS പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് ലോകത്ത് മതമല്ലേ. ഇപ്പോൾ കൊല്ലുന്ന ആളുകൾ ഏത് മതത്തിൽപ്പെട്ടവരും. ഒരു ബസ് സ്റ്റാൻഡ് ബോംബ് വെച്ചാൽ ഏത് മതക്കാരും മരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അല്ല, അപ്പോൾ ഈ ഡോക്ടർ ഉമർ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ ഒക്കെ വന്നില്ലേ, ഇത് ഇസ്ലാമിൽ ഇങ്ങനെയാണ്, ജിഹാദ് നടത്തുന്നത് വലിയ കാര്യമാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ടല്ലോ. അതിപ്പോൾ നമുക്കൊക്കെ വ്യാഖ്യാനം ഉണ്ടല്ലോ. അല്ല, അയാളും ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ചോദിക്കുകയാണ്, അയാളും മതമായിരിക്കില്ല, ഈ കച്ചവടമായിരിക്കുന്ന? ഷുവറായിട്ടും ഞാൻ വിചാരിക്കുന്നത് വ്യാപാരം, കച്ചവടവും പണവും ഏത് മതവിശ്വാസത്തിനും മീതെ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനങ്ങനെ കാണുന്ന ഒരാളാണ്. അതിനുവേണ്ടി മതവിശ്വാസത്തെ മാറ്റും. കേരളം അത് പോസിറ്റീവായി മാറ്റിയ ടീമാണ്. കാരണം പരസ്പരം സാമ്പത്തിക നിലനിൽപ്പിനും സാമൂഹ്യ നിലനിൽപ്പിനും മതം അതുണ്ട്. ഒരു ഇലക്ഷൻ ചിലപ്പോൾ വോട്ട് ചെയ്തെന്നൊക്കെ വരും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഒരു ഹിംസാത്മകമായൊരു പ്രവൃത്തിയിലേക്ക് മതത്തെ കൊണ്ടുപോകരുതെന്ന് വിചാരിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ മതക്കാരും. അതിനെ ഞാൻ കണക്കാക്കണം. നേരെ മറിച്ച് അതിൽ ഒറ്റപ്പെട്ട ആളില്ല എന്ന് പറയുന്നില്ല, അതിലേക്ക് അവർ നയിക്കുന്നത് സാമ്പത്തിക ഘടകം. ഇപ്പം എനിക്ക് 1 കോടി രൂപ ഒരാളെ IS ചേർത്ത തന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ ഞാനൊരു മുസ്ലിമിനെ വിളിച്ച്
അല്ലെങ്കിൽ ഒരു മുല്ലാക്കിയോ മൗലവിയോ വിളിച്ച് ഞാൻ പറയിക്കും ഇത് ദൈവത്തിൽ അവിടെ എത്തിയാൽ. ഈ PFI പോലുള്ള SDPI പോലുള്ള സംഘടനകളോ? അല്ല, അതാ ഞാൻ പറഞ്ഞേ. എന്താ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്രയും മുസ്ലിങ്ങളില്ലേ? SDPIയിലും PFIയിലും വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു. വളരെ വളരെ കുറവല്ലേ? വളരെ കുറവല്ലേ? കാരണം എന്താ വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു, സൊസൈറ്റി സെക്യുലറാണ്. ഇപ്പോൾ അമേരിക്കൻ സൊസൈറ്റി സെക്യുലറാണ് നമ്മൾ പറയുമ്പോൾ അമേരിക്കയിൽ എല്ലാ വൃത്തികെട്ടവന്മാരും ഉണ്ട് അല്ലേ? എല്ലാ ഭീകരവാദികളും എല്ലാ സാധനങ്ങളും എല്ലാ മതവിശ്വാസികളും അതിൻ്റെ കുഴപ്പക്കാരുണ്ട്. ഇപ്പം കാനഡയിൽ ഖാലിസ്ഥാൻ, ഞാനവിടെ കാനഡയിൽ പോയ ആളാണ്. ഖാലിസ്ഥാൻകാർക്ക് എന്തൊരു പ്രൊവനൻസ് ആണെന്നറിയോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ ചെല്ലുന്ന ആൾ ഇപ്പോൾ ശ്രീലങ്കൻ തമിഴ്, പാരീസിൽ ഞാൻ താമസിച്ചിരുന്ന ഒരു ബിൽഡിംഗ് മുഴുവൻ താമസിച്ചിരുന്നത് ശ്രീലങ്കൻ തമിഴ്സാണ്. അവർക്ക് തമിഴ് പോലും അറിയില്ല. എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്, ഞാൻ ശ്രീലങ്കൻ തമിഴാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് തമിഴ് സംസാരിക്കാൻ തുടങ്ങി. വി ഡോണ്ട് നോ തമിഴ്, പിന്നെ എന്ത് തമിഴിനെ കുറിച്ച് അവർ സംസാരിക്കണം? അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് തമിഴറിയില്ല, പക്ഷെ അവർ LTT തമിഴ് അറിയാത്ത LTT. അപ്പം അത് പെയ്ഡാണ്. ഞാൻ കാണുന്നത് പെയ്ഡാണ്. ഇതിലെ പ്രധാന പ്രശ്നം പൈസ തന്നെയാണ്. പണ്ട് ബില്ലാദിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ജോക്ക് ഉണ്ടായിരുന്നു, ട്രെയിൻഡ് ബൈ CIA ആൻഡ് വാണ്ടഡ് ബൈ FBI എന്ന്. ട്രെയിൻഡ് ബൈ CIA ആൻഡ് വാണ്ടഡ് ബൈ FBI രണ്ടുപേരും പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇതായിട്ട് ജോക്കാണെങ്കിലും അതെന്നെ പൈസ കൊടുക്കും. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ പൈസ മുടക്കി. അവസാനം വന്നപ്പോൾ താലിബാൻ വന്നു. ഇപ്പം താലിബാനെ ഇല്ലാതാക്കാൻ പൈസ മുടക്കി. ഞാൻ പറഞ്ഞ അത് ഇത് രണ്ടും അമേരിക്ക തന്നെ ചെയ്തിട്ടുള്ളത്. രണ്ടും അമേരിക്ക ടാർഗറ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ, ഇസ്ലാമിസ്റ്റുകൾ. ചിലപ്പോൾ അവർ തന്നെ ഫണ്ട് ചെയ്യുന്നതാവാം. അപ്പൊ അങ്ങനത്തെ ഒരു കച്ചവടത്തിൽ പെട്ടുപോയ ഒരു 16 വയസ്സുകാരൻ ഞാനങ്ങനെ വിചാരിക്കുള്ളൂ. കാരണം അയാളൊന്നും തീരുമാനിച്ചു കൗമാരക്കാരൻ. അതാണ് കേരളം പേടിക്കേണ്ടത്. കേരളം പേടിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, തൊഴിലില്ലായ്മ, പെട്ടെന്നുള്ള ഈ മോഹങ്ങൾ. ഇപ്പോൾ IAS കാരനെ കാണിച്ചിട്ടുണ്ടാവും, അവൻ ലോകത്തിലെ ഏറ്റവും നല്ല കാറിൽ സഞ്ചരിക്കുന്നവനായിരിക്കും. നീ അവിടെ പോയാൽ നിനക്ക് നല്ല, പണ്ട് നമ്മൾ സ്വർഗവും കാട്ടിയിട്ടല്ലേ ആളെ നിർത്താറ്. സ്വർഗത്തിൽ പോയാൽ ഗുണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആളെ പലതും ജയിക്കാറില്ലേ? ഇപ്പോഴും ജയിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു വിശ്വാസമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇതിപ്പോൾ സ്വർഗമല്ല, അപ്പുറത്തൊരു ലോകം നമുക്ക് മുമ്പിലുണ്ട്. അവിടെ എന്തായാലും എനിക്ക് തോന്നുന്നു അതിന്റെ പുറകില് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷണം നടക്കണം. അന്വേഷണം കൃത്യമായി നടക്കണം. ഈ പറഞ്ഞ പോലെ അമ്മയുടെ ആരോപണം ശരിയാണെങ്കിൽ ഇത് ചെയ്ത ആൾ ഇവിടെയുള്ളവർ ശിക്ഷിക്കപ്പെടണം. കാരണം ഇവനെ കൊണ്ട് പറയിച്ചതാണ്, അച്ഛനും കൂടി പറയിച്ചതാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ, ബാക്കി തെളിവുകൾ കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.